എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ. ഇത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കട്ടിങ് സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് നൈറ്റി ബിറ്റാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി ബിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഒരു 2 മീറ്റർ 15 സെൻറ്റിമീറ്ററും കൂടെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇത് നീളത്തിലാണ് കിടക്കുന്നത്. ഇതിന് നമ്മൾ രണ്ടായിട്ട് മടക്കിയിടണം. ഞാൻ ഇപ്പോൾ 2.15 എടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇത്തിരി ഹൈറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ളത് ആയതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഒരു 40 ഇഞ്ചോളം വരുന്ന രീതിയിലുള്ള ഒരു 40 ഇഞ്ചിൽ നമ്മൾ പടി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് 40 ഇഞ്ചോളം വരുന്ന രീതിയിലുള്ള അളവ് നീളം വരുന്ന രീതിയിലാണ് ഞാൻ ഇത് 2.15 വെച്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ 2 മീറ്റർ എടുത്താൽ മതി. ഇത് നമ്മൾ സാധാരണ നമ്മളെ കടയിലേക്ക് വാങ്ങിക്കുന്ന തരത്തിലുള്ള സ്കേർട്ടാണ്. ആ അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്, കണ്ടോ? ഇങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ടായിട്ടേ മടക്കത്തുള്ളൂ. മറ്റുള്ള നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിക്കും പോലെ 4ആയിട്ട് മടക്കത്തില്ല. ഇതിന് നമ്മളിങ്ങനെ നീളത്തിൽ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ പറഞ്ഞു തരാം എത്രയാണെന്ന്. ഒരു 42 ഇഞ്ചോളം വരുന്നുണ്ട്. നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കപ്പം 1 ഇഞ്ച് മടക്കി 41, പിന്നെ നമ്മൾ പടി വയ്ക്കും. മൊത്തത്തിൽ ഒരു 42 ഇഞ്ചോളം നമുക്ക് വരും. 42-41 ഇഞ്ചോളം വരും ഈ പാവാടയുടെ ലെന്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഈ മുകൾ ഭാഗത്താണ് ഫോൾഡിങ്, താഴ്ഭാഗത്താണ് ഓപ്പൺ കിടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ലെന്ത് ഇത് ഫുൾ എടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഇനി കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ലെന്ത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ലെന്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് നമ്മുടെ ഒരു 1.5 ഇഞ്ചിലുള്ള 3 ഇഞ്ചിലുള്ള പട്ടയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പട്ടയിലുള്ള അളവ് കുറച്ചിട്ട് വേണം നിങ്ങളിതിലെടുക്കാൻ. ഇതിൻ്റെ ലെന്ത് ഒരു 42 അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ലെന്ത് ഞാൻ ഇത്രയും ലെന്ത് എടുത്തേക്കുന്നത് പിന്നെ ഒരു നല്ല ഹൈറ്റുള്ള ആളായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലെന്ത് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് 2ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്, 4ആയിട്ടല്ല. ഇനി നമുക്കിതിൻ്റെ ലെന്ത് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത് സാധാരണ സ്റ്റാൻഡേർഡ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്റ്റാൻഡേർഡ് അളവിലാണ് സ്കേർട്ടാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ 11.5 അടയാളപ്പെടുത്തുന്നത് ഇവിടെ നിന്നും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഫോൾഡഡ് സൈഡ് മുകളിലും ഓപ്പൺ സൈഡ് താഴെയാണ്. ഇവിടെയും ഓപ്പണാണ്, മറ സൈഡും ഓപ്പണാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നേരെ താഴെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? ഈ 11.5യുടെ ഇരട്ടി മാർക്ക് ചെയ്യണം. എത്രയാണ്? 23. അത് നമ്മൾ ഈ താഴ്ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ മുകളിൽ എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ ഇരട്ടി വേണം താഴ്ഭാഗം മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തതിൻ്റെ ഇരട്ടിയാണ് താഴെ മാർക്ക് ചെയ്യേണ്ടത്. 11.5 മുകളിൽ മാർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 23 കേട്ടോ. അപ്പോൾ അതാ 23 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയാണ് 23 കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 23. നിങ്ങളിവിടെ 10 മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി എത്രയാണ്? 20 ഇവിടെ മാർക്ക് ചെയ്യാൻ കേട്ടോ. അത് മറന്നു പോകരുത്. നമ്മൾ മുകൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇരട്ടി വേണം താഴ്ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ മുകളിൽ നിന്നും നമ്മൾ ഈ മുകളിൽ വരച്ചില്ലേ ഈ മാർക്കിങ്, ഇവിടെ വരച്ച മാർക്കിങ് ഇല്ലേ മുകളിൽ, ഈ മാർക്കിങ് ഇവിടെ നിന്നും നമ്മൾ താഴ്ഭാഗത്ത് വരച്ച 23 ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ അത് ഞാൻ വരച്ചിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ മുകളിൽ 11.5 നിന്നും താഴോട്ട് 23 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേല്ലേ ആ വരയിൽ കൂടി തന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അത് കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഓപ്പൺ ആക്കണം. ഇത് ഫോൾഡഡ് സൈഡല്ലേ, ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കണം. ഈ സൈഡൊന്ന് ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തല്ലോ. ഇനി എന്ത് ചെയ്യണം നമുക്ക്? ഇതിനെ ഈ പീസിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കണം. കണ്ടോ? ഇതുപോലെ വയ്ക്കണം. ഇതിന് നല്ല ലെവലാക്കി ഇടണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയല്ലേ ഇരുന്നത്. ഇതിനെ നമ്മൾ തിരിച്ച് വെക്കണം. ഈ സൈഡ് മുകളിൽ വരണം. മുകളിൽ വരണം. മുകളിൽ വരപ്പോൾ നമ്മുടെ ചരിഞ്ഞ ഭാഗം ഇവിടെയല്ലേ ഇരിക്കുന്നത്. ഈ ചരിഞ്ഞ ഭാഗം ഇതിൻ്റെ മുകളിൽ തന്നെ വരണം. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? താഴ്ഭാഗം മുകളിലും വരണം, ചരിഞ്ഞ ഭാഗം തന്നെ ഈ സൈഡിലും വരണം. സ്ട്രെയിറ്റ് ആയിട്ട ഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സ്ട്രെയിറ്റ് ആയിട്ട ഭാഗം തന്നെ ഇവിടെയും വരണം. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചില വീതി കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ തുണിക്ക് വീതി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് വച്ച് നോക്കണം. ഇതുപോലെ വച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തുണി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അതേ ലെവലിൽ ആ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയണം. എനിക്കിപ്പോൾ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് രീതിയിലാണ് വന്നിരിക്കുന്നത് രണ്ടും തമ്മിൽ. കണ്ടോ? അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചരിഞ്ഞ ഭാഗത്ത് തന്നെ വരണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരണം. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് വേണം. നമ്മൾ ഈ താഴ്ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തത് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് താഴ്ഭാഗത്തും വെക്കണം. മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയല്ലേ ഇരുന്നത്, ഇങ്ങനെയാണ് ഇരുന്നത്. അതിന് നമ്മൾ മുകൾ ഭാഗം ഇങ്ങോട്ട് മാറ്റണം, താഴ്ഭാഗം മുകൾ ഭാഗത്തോട്ട് ആക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഇവിടെയാണ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത ഭാഗം. അത് ചരിഞ്ഞ് തന്നെ എല്ലാ സൈഡും ചരിഞ്ഞ് തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് കട്ടണം. പക്ഷെ ബെൽറ്റ് നമുക്ക് ഇപ്പം കട്ട് ചെയ്യണ്ട. എന്തുകൊണ്ട്? നമുക്ക് ഇതിൻ്റെ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം എത്രയാണോ അതിൻ്റെ ചുറ്റളവ് അതനുസരിച്ച് നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യാം. ഇപ്പോഴും നമ്മൾ കട്ടി വെച്ചാൽ ഒന്ന് നീളം കുറഞ്ഞോ അല്ലെങ്കിൽ കൂടിപ്പോവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്യുന്നത് കാണാം. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു. നമുക്ക് ഇവിടെ ഫോൾഡറുടെ ഭാഗമല്ലേ, അതും കൂടെ ഫോൾഡ് ചെയ്ത ഭാഗം കൂടി കട്ട് ചെയ്യണം കേട്ടോ. അതും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലേ നമുക്കിത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റേ സൈഡിൽ ആദ്യമേ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് തിരിച്ച് വെച്ചത്. നിങ്ങൾ കണ്ടല്ലോ. ഈ ഭാഗം കൂടി നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് 4 പീസ് കിട്ടും. ഇപ്പം ഇതാണ് ഒരു പീസ്. ഇതിൻ്റെ ചരിഞ്ഞ ഭാഗവും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ചരിഞ്ഞ ഭാഗവും കൂടെ വേണം വയ്ക്കാൻ. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വയ്ക്കുക. കണ്ടോ? വീതി കുറഞ്ഞ ഭാഗം മുകളിൽ വരണം. വീതി കൂടുതലാണ് താഴ്ഭാഗം വരേണ്ടത്. കാരണം നമുക്ക് പാവാടയുടെ താഴ്ഭാഗമുള്ള വീതി കൊള്ളും. എന്നിട്ട് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ബെഡിലിട്ടാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചത്. ഈ ടേബിളിലിട്ട് കട്ട് ചെയ്യുന്ന കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഇതിലെങ്ങനെയാണ് എന്ന് നോക്കാം. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ 2 പീസ്, നമ്മൾ 4 പീസ് കിട്ടി. അത് 2 പീസ് നമ്മളിങ്ങനെ എടുക്കണം. എടുത്തിട്ട് ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമില്ലേ, ഈ ഭാഗം, ഇതാണ് സ്ട്രെയിറ്റ്. ഈ ഭാഗം ചരിഞ്ഞാണ് ഇരിക്കുന്നത്. കണ്ടോ? അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഈ ഭാഗമാണ് സ്ട്രെയിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യണം. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ജോയിൻ ചെയ്യണം. അതിനുശേഷം ഇതിങ്ങനെ മറിച്ചെടുക്കുക. മറിച്ചിടുമ്പോൾ എന്നിട്ട് തയ്യൽ തുമ്പ് ഇതിലോ ഏതെങ്കിലും ഒരു പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുകളിൽ കൂടി പതിച്ചടിക്കുക കേട്ടോ. ഇതുപോലെ തന്നെ മറ്റേ ചെയ്യണം. അപ്പോൾ ആദ്യം ഇത് ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ? ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പതിച്ചു അടിച്ചിട്ടുണ്ട്. കണ്ടോ? തയ്യൽ തുമ്പ് ഈ പീസിലോട്ട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ പതിച്ചടിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് ഒരു പീസായി. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം വീതി കൂടുതലുള്ളതും ഒരെണ്ണം വീതി കുറഞ്ഞ പീസുമാണ്. അപ്പോൾ അത് തമ്മിലാണ് ചേർത്ത് വയ്ക്കുക. അതായത് വീതി കൂടിയതും നമ്മൾ ഇങ്ങനെ 4ആയിട്ട് മടക്കി കട്ട് ചെയ്യപ്പോഴേ ഇതുപോലെ ഇങ്ങനെ 4ആയിട്ട് മടക്കിയത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കോണായിട്ടാണ് തിരിച്ചത്. അപ്പോൾ അതിൽ 2 പീസ് കിടക്കുന്നത് ഒരെണ്ണം വലുതും ഇപ്പുറത്തിരുന്ന 2 പീസ് രണ്ടെണ്ണം ചെറുതുമാണ്. അപ്പോൾ ഇതിലെ ഒരു ചെറുതും മറ്റേ സൈഡിലുള്ള വലുതും കൂടെ തമ്മിൽ വേണം ഇത് കണക്ക് ജോയിൻ ചെയ്തെടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. അല്ലാതെ നമുക്കിങ്ങനെ മടക്കി ഇടുമ്പോൾ ഇതിൻ്റെ തൊട്ടടിയിൽ കിടക്കുന്ന പീസില്ലേ, ആ പീസുകൾ നമ്മൾ ജോയിൻ ചെയ്യരുത്. ഇതിൽ നിന്നൊരു പീസും മറു സൈഡിൽ നിന്നൊരു പീസും കൂടെ വേണം നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നീളം ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. കണ്ടോ? അത് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. മറ്റത് ഒരുപാട് വ്യത്യാസം വരും. ഒരേ കണക്കുള്ള 2 തുണികളാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ വീതി കൂടിയ പീസും ഒരു വീതി കുറഞ്ഞ പീസും കൂടെ തമ്മിൽ വേണം
ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അടുത്ത പീസിനെ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ട്രെയിറ്റ് ഇതാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഇതാണ്. ഇതും ഈ പീസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം കൂടെ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇങ്ങനെ സ്ട്രെയിറ്റ് എപ്പോഴും സ്ട്രെയിറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഇത് രണ്ടും കൂടെ തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് മറ്റേ പീസ് ജോയിൻ ചെയ്തതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ എന്താ ഇതും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ പീസും ജോയിൻ ചെയ്തു, മറ്റേ പീസും ഉണ്ട്, ഇതും ഉണ്ട്. ഇതിൻ്റെ നല്ല വശവും നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കണം. ഇങ്ങനെ ചേർത്ത് വയ്ക്കണം. ചേർത്ത് വച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്യണം. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മളിപ്പം ഇത് ജോയിൻ ചെയ്തില്ലേ, മറ്റേ ഈ പീസുകളൊക്കെ ജോയിൻ ചെയ്തതുപോലെ ഈ ഒരു പീസ് അതുപോലെ തന്നെ ജോയിൻ ചെയ്യണം. എന്നിട്ട് ഈ പീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ സൈഡ് ആദ്യം ജോയിൻ ചെയ്തുകൊണ്ട് വരാം. കണ്ടു, ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടു, ഈ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ സൈഡ് ഓപ്പണാണ്. കണ്ടോ, ഈ സൈഡ് ഓപ്പണാണ്. നമുക്ക് ഈ സൈഡ് ഓപ്പൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നിന്ന് നമുക്കൊരു 6 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് മറ്റേ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ ഒരു 6 ഇഞ്ചോളം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ അത്രയും ഭാഗത്ത് മടക്കി അടിക്കണം. അപ്പോൾ അകവശത്തോളം മടക്കി അടയ്ക്കാൻ നമ്മൾ നോക്കിയോണം ചീത്ത വശമാണെന്ന്. അപ്പോൾ എനിക്ക് അകവശം ഇതാണ്. അപ്പം ഇങ്ങനെ 2 ചെറിയ മടക്കൾ സ്റ്റിച്ച് ചെയ്യണം ഇതുവരെ. അതുപോലെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം, മറു സൈഡിലും മാർക്ക് ചെയ്യണം. ഇവിടെ ചേർത്ത് വച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. കറക്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതും അകവശത്തോട്ട് നമ്മൾ നഖംപുറം നോക്കിയിട്ട് വേണം മടക്കി അടിക്കേണ്ടത്. ഇതിന് ചെറുതായിട്ട് ഒരു 4 ഇഞ്ച് വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കണം. മടക്കി അടിക്കപ്പോൾ നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അതുവരെ ചെയ്യുക, ഫുള്ളല്ല കേട്ടോ. അത് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിന് അതുവരെ മടക്കി അടിക്കണം. ഞാൻ പറഞ്ഞില്ല, മടക്കി അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഈ ഓപ്പണാക്കി നമ്മളിവിടെ മടക്കി അടിച്ചില്ല. അതിന് ശേഷം, അതായത് ഈ 6 ഇഞ്ചിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ അങ്ങ് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരത്തെ പോലെ പതിച്ചടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ മടക്കി അടിക്കാം. എന്നിട്ട് നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഞാൻ ഇപ്പം കാണിച്ചതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ അങ്ങ് താഴോട്ടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, പതിച്ചടിക്കണം. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാ ഇവിടെ നിന്ന് ഇതുവരെ കണ്ടോ, നമ്മൾ ഈ ഓപ്പൺ ഇട്ട ഭാഗം വരെ ഈ 6 ഇഞ്ച് നമ്മൾ മാർക്ക് അതുവരെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കെട്ടിട്ട് നിർത്തണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. 4 ഇഞ്ചോ 1/2 ഇഞ്ച് വീതിയിൽ, 4 ഇഞ്ച് മതി, 4 ഇഞ്ച് വീതിയിൽ വേണം നിങ്ങളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇവിടെ നിന്ന് ഡബിൾ സ്റ്റിച്ചിന് ഇവിടെ കെട്ടിട്ട് നിർത്തണം. ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്യണം. ഞാൻ ബെൽറ്റ് കട്ട് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ കട്ടിങ് സമയത്ത് പറഞ്ഞിരുന്നില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതിനെ നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ ചുറ്റളവൊന്ന് എടുക്കണം. ഈ സ്കേർട്ടിൻ്റെ ചുറ്റളവൊന്ന് എടുക്കണം. അത് നമ്മളിങ്ങനെ മടക്കിയിട്ട് എടുത്താൽ മതി. ഇവിടെ നിന്ന് ഇതാ ഇതുവരെ എത്ര ഉണ്ടെന്ന് നോക്കണം. അതായത് നമുക്ക് 21.25 ഉണ്ട്. നമുക്ക് 21.5 വയ്ക്കാം. അപ്പോൾ ഈ സൈഡിൽ 21 ആകും, മറു സൈഡിൽ 21. അപ്പോൾ എത്രയായി? 21 എത്രയായി? 42 ആയി. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ ഉണ്ട്. അപ്പം ഇവിടെ 1/2 ഇഞ്ച്, മറു സൈഡിൽ 1/2 ഇഞ്ച്. അപ്പം 43 ആയി അല്ലേ? മനസ്സിലാവുന്നുണ്ട്? നമുക്ക് ഇവിടെ എത്രയാണോ അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ ബെൽറ്റിൻ്റെ നീളം എടുക്കാൻ, ചുറ്റളവ്. ഇപ്പോൾ ഇവിടെ എനിക്ക് 21.5 ഞാൻ എടുക്കുന്നത്. അപ്പോൾ 21 വരെയുടെ ഇരട്ടി എടുക്കണം. 21 വരെ ഇരട്ടി എത്രയാണ്? 21 21 2 42. പിന്നെ ഇവിടെ 1/2 ഇഞ്ചുണ്ട്, ഇവിടെ 1/2 ഇഞ്ചുണ്ട്. അപ്പോൾ നിങ്ങൾ 43. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നീളം എത്രയാണ്? 43 ആണ് നീളം. 43 ആണ് ഇതിൻ്റെ ചുറ്റളവ്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ കൂടുതൽ, കാരണം ഇവിടെ നമ്മൾ കൂടുതൽ കടന്നാലും കട്ട് ചെയ്ത് കളയും, പക്ഷെ തികയാതെ വരരുത്. അപ്പോൾ ഒരു 43ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടെ കൂട്ടിയിടണം. അപ്പോൾ ഇത്രയും 45 നീളമുള്ള ബെൽറ്റ് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി പീസ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 3 മീറ്റർ നൈറ്റി ക്ലോത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കി പീസ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പം നിങ്ങൾ ഇത്രയും ഒരു 10 ഇഞ്ച് 40 ഇഞ്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 മീറ്റർ വേണം. ഞാൻ ഇതിപ്പോൾ 2.25 അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല വണ്ണമുള്ളവർക്കും പൊക്കമുള്ളവർക്കും 2.5 മീറ്ററെങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 3 മീറ്റർ നൈറ്റി ക്ലോത്താണ് ഞാൻ അതിൽ നിന്ന് 2.25 കട്ട് ചെയ്തെടുത്ത് 2 മീറ്ററും 15 സെൻറ്റിമീറ്ററും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളമുള്ള നല്ല ഹൈറ്റുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അവർക്ക് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബെൽറ്റ് പീസ് കട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഫുള്ള് ഞാൻ എടുത്തത് കൊണ്ട് എനിക്ക് ബാക്കി 1 മീറ്ററോളം 1 മീറ്റർ ഇല്ല അത്രയും അടുപ്പിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ബെൽറ്റ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊരു ഇത്രയും ഒരു 40-42 ഇഞ്ചോളം എനിക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്. അത്രയും ലെങ്ത് വേണ്ടാത്തവർക്ക് 2 മീറ്റർ മതിയാവും കേട്ടോ. അപ്പോൾ അത് കൂടുതൽ ലെങ്ത് വേണമെന്നുള്ളവർക്ക് 2.5 മീറ്ററെങ്കിലും നിങ്ങൾ എടുക്കണമെങ്കിൽ ബെൽറ്റിനും കൂടെ തികയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബെൽറ്റിന് വേറെ പീസ് വയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് 32 ഒരു 4 ഇഞ്ചും കൂടെ ഉള്ളൂ. കണ്ടു, 32ഉം 4 ഇഞ്ചും കൂടെ എനിക്കുള്ളൂ. പക്ഷേ അപ്പോൾ അത് തികയത്തില്ലല്ലോ. അപ്പം നമുക്കിതിന് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫുൾ എടുക്കുകയാണല്ലോ. അപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ വീതിയും കൂടെ എടുക്കാം. 3 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ബെൽറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഈ 3 ഇഞ്ച് നമ്മൾ ഫുള്ളിങ്ങനെ മാർക്ക് ചെയ്യണം. ഞാൻ 3 ഇഞ്ചോളം ഫുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നിന്നും ഇങ്ങറ്റം വരെ ഫുള്ള് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഫുള്ള് മാർക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എത്രയാണുള്ളത് നീളം? 32 ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് 32ൻ്റെ കൂടെ നമുക്ക് 45 വേണ്ടത്. 43ഉം അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി, എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. 1.5 ഇഞ്ച് മതിയാകും. പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അപ്പോൾ നമുക്ക് തികയത്തില്ലല്ലോ. അപ്പം ബാക്കി ഉണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും കട്ട് ചെയ്ത് കളയാം. 32 45 എവിടെ വരുന്നതെന്ന് നോക്കണം. ഇവിടെയാണ് 45. അപ്പോൾ ഇത്രയും പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ 3 ഇഞ്ച് വെച്ചിട്ട് ഇതിനെ മാർക്ക് ചെയ്യണം. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് ഇത്രയും പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നല്ല ഹൈറ്റുള്ള ആൾക്കാണെങ്കിൽ 2.5 മീറ്ററെങ്കിലും വേണം. ഹൈറ്റ് അധികം ഇല്ലാത്തവർക്ക് 2 മീറ്റർ മതി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ബെൽറ്റിനും കൂടെ ഉള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല ഹൈറ്റുള്ളവർക്ക് 2 മീറ്റർ എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ബെൽറ്റിന് പ്രത്യേകം വേറൊരു തുണി പീസ് എടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി തുണിയാണ്, 3 മീറ്റർ. അതിൽ നിന്നാണ് ഞാൻ ലെന്ത് കണക്കാക്കി അളന്നിട്ട് വെട്ടിയെടുത്തത്. അപ്പോഴാണ് എനിക്ക് 2.25 മീറ്റർ അടുപ്പിച്ച് 15 സെൻറ്റിമീറ്ററും എനിക്ക് വേണ്ടി വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതിനെ തമ്മിൽ 2 ഡബിൾ സ്റ്റിച്ചോട് ജോയിൻ ചെയ്തിട്ട് ഇതിനെ മറിച്ചിട്ട് പതിച്ചടിക്കണം. പതിച്ചടിച്ചിട്ട് ഇതെങ്ങനെയാണ് സ്കേർട്ടിൽ ചെയ്യുന്നതെന്ന് കാണിക്കാം. സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണം. ഇവിടെ ഒരു മടക്ക് മടക്കി ഇവിടെ ഒരു മടക്ക് മടക്കി ഒരടി കൊടുക്കണം. അതുപോലെ തന്നെ മറു സൈഡിലും നമ്മൾ ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്കും കൂടെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെ 2 സൈഡും നമ്മൾ മടക്കി അടിക്കണം. മടക്കി അടിച്ചതിന് ശേഷം നമ്മുടെ സ്കേർട്ട് ഭാഗം എടുക്കണം. സ്കേർട്ട് ഭാഗത്തിൻ്റെ ഉൾവശം, അതായത് ചീത്ത വശമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങളത് ബെൽറ്റ് വച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്താലും മതി, അത് നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ സൈഡ് ജോയിൻ ചെയ്തിട്ടാണ് ബെൽറ്റ്. നിങ്ങളിത് ഈ സൈഡില്ലേ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ജോയിൻ ചെയ്തില്ലേ, ഇത് വയ്ക്കുന്നതിന് മുമ്പ് ബെൽറ്റ് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ കറക്റ്റ് അളവ് അളന്നിട്ട് വയ്ക്കുന്നത്. അതുപോലെ അത് ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. അതിന് ശേഷം ഒരു സൈഡ് കൂട്ടാനുള്ളത് കൂട്ടിയാലും മതി. എന്നിട്ട് നമ്മളിതിന് ചീത്ത വശത്ത് ഈ തുണി ഇങ്ങനെ വയ്ക്കണം. വയ്ക്കപ്പോൾ നമ്മൾ ഈ മടക്കി അടിച്ച കുറച്ച് ഭാഗം ഇങ്ങോട്ട് തള്ളി വയ്ക്കണം കേട്ടോ. കുറച്ച് ഭാഗം ഇങ്ങനെ തള്ളി ഇടണം നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വച്ചിട്ട് വേണം നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യാൻ. ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് തള്ളി വയ്ക്കണം. തള്ളി വച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിക്കണം, തയ്യൽ തുമ്പ് ഇതിലോട്ട് വെച്ചിട്ട്. അതിന് ശേഷം അപ്പം നമുക്കിതിൻ്റെ നല്ല വശത്ത് ഇത് വരും. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ
അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ സൈഡ് മടക്കി അടിക്കണമെന്ന്. അപ്പോൾ നിങ്ങളത് ഒരു സൈഡ് അടിച്ചാൽ മതി കേട്ടോ, ഒരു സൈഡ് അടിക്കണ്ട. എന്തെന്നറിയാമോ, നമ്മൾ നീളം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരപ്പം കുറച്ചൊരു 1/2 ഇഞ്ച് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ മടക്കി അപ്പോഴും മടക്കി അടിച്ചിട്ട് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്താൽ മതി. മനസ്സിലായ? ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ മടക്കി അടിക്കണമെന്ന്. ഈ സൈഡിൽ മടക്കി അടിക്കണ്ട. നമ്മൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇതാണ് ചീത്ത വശം. ചീത്ത വശത്ത് ഇത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് നീളം കൂട്ടി എടുത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് തുണി അധികം നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇതിൻ്റെ ഔട്ട് വരെ വന്നിട്ട് ഇത് കാലിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കി കട്ട് ചെയ്യണം. എന്നിട്ട് മടക്കി ഇത് അടിക്കണം. അതിന് ശേഷം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ തയ്യൽ തുമ്പ് ഇതിലോട്ട് ഈ നമ്മൾ പടി വയ്ക്കുന്നില്ലേ ആ പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് പതിച്ചു ഒടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശം എടുക്കണം. ഏതിൻ്റെ നല്ല വശം? നമ്മുടെ ഈ പാവാടയുടെ നല്ല വശം എടുക്കണം. എടുത്തിട്ടുണ്ട്. നല്ല വശം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ, നൂല് കിടക്കുന്നു. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ ഒരു 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. തേര് വശമാണെങ്കിൽ നിങ്ങൾ ഒരു മടക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് തേര് വശം അല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ 1/4 ഇഞ്ച് മടക്കുക. അതിനുശേഷം അത് ഈ പീസിലോട്ട് ചേർത്ത് വെച്ച് നമ്മൾ ഈ തയ്യൽ തുമ്പ് ചേർത്ത് വെച്ചിട്ട് ഈ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒരേ അളവ് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വള്ളി ഇടാൻ വേണ്ടിയിട്ട് നാട ഇടാനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നാട വള്ളിയും വെച്ചിട്ടുണ്ട്, ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം ചെയ്യേണ്ടത്. നല്ല വശത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് രീതിയിൽ തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാടയൊക്കെ നമ്മൾ ഇതേ കളറിലുള്ള തുണി കിട്ടുമെങ്കിൽ, അപ്പോൾ എനിക്കതിൽ ബാക്കി തുണി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നാട ഈ കളറിൽ തന്നെ അടിച്ചു. നിങ്ങൾക്ക് വേറെ റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതിട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടോ, താഴ്ഭാഗം കണ്ടോ, നല്ല വീതിയുണ്ട് കേട്ടോ, നല്ല ഫ്ലെയർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പാവാട നമുക്ക് തയ്ക്കാൻ അറിയാമെങ്കിൽ ചെയ്തെടുക്കാം. വെളിയിൽ നിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.